ഇന്ത്യൻ സൗന്ദര്യ സങ്കല്പങ്ങളെ വെല്ലുവിളിച്ച ആ സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചെഴുതിയ ഒരു മോഡലാണ് സാൻ റേച്ചൽ. കഴിഞ്ഞ ദിവസമാണ് സാൻ റേച്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സാൻ റേച്ചൽ ഇനി ഇല്ലെന്ന വാസ്തവം നിലനിൽക്കുമ്പോഴും അവർ കൊണ്ടുവന്ന വിപ്ലവകരമായ ഒരുപാട് നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഇനി എന്നും ഓർമ്മിക്കപ്പെടും. പരമ്പരാഗതമായ സൗന്ദര്യ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതി സൗന്ദര്യ റാണിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സാൻ റേച്ചൽ. പുതുച്ചേരിയിൽ നിന്നുള്ള പ്രശസ്തയായ മോഡലാണവർ. ഇന്ത്യയിലെ വെളുത്ത നിറത്തോടുള്ള താല്പര്യങ്ങളെ പൊളിച്ച് സാൻ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു മാനം നൽകി. സ്കൂൾ കാലഘട്ടങ്ങളിൽ വർണ്ണവിവേചനത്തിന് ഇരയായിട്ടുള്ള സാൻ റേച്ചൽ അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തിയ വ്യക്തിത്വമാണ്. സൗന്ദര്യ മോഡലിംഗ് മേഖലകളിൽ വിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും അംഗീകാരം ലഭിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളുമായാണ് അവർ മുന്നോട്ടു പോയിരുന്നത്. ഒപ്പം തന്നെ പലപ്പോഴും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത സൗന്ദര്യത്തെക്കുറിച്ചുള്ള സ്ഥിര സങ്കല്പങ്ങൾ പൊളിച്ചെഴുതുന്നതിനെ കുറിച്ച് സാൻ നിരന്തരം സംസാരിച്ചിരുന്നു. ഈ ലോകത്തുള്ള എല്ലാവർക്കും അവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് തനിക്കുള്ളതെന്നാണ് സാൻ റേച്ചൽ നിരന്തരം പറഞ്ഞിരുന്നത്. സമൂഹം പറയുന്നതിന് വിപരീതമായി ചുറ്റുമുള്ള എല്ലാ വെല്ലുവിളികളെക്കാളും നിങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നാണ് സാൻ റേച്ചൽ എപ്പോഴും പറഞ്ഞിരുന്നത്. നിറം, രൂപം, ഭാരം, നീളം എന്നിവയളക്കാതെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധ്യമാകുന്ന ഒരു തലമുറയെയും അത്തരം മാറ്റങ്ങളുമാണ് സൗന്ദര്യമേഖലയിൽ ഉൾപ്പെടെ എല്ലായിടത്തും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്നും സാൻ റേച്ചൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മിസ് പോണ്ടിച്ചേരി, മിസ് ഡാർക്ക് ക്യൂൻ എന്നിവയിലെ വിജയിയായിരുന്ന സാൻ റേച്ചൽ 2023 മിസ് ആഫ്രിക്കൻ ഗോൾഡൻ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയും ചെയ്തിരുന്നു. നിരവധി ഫാഷൻ ഷോകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന സാൻ റേച്ചൽ നിരവധി പരസ്യചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. സിനിമ, മോഡലിംഗ് ഇൻഡസ്ട്രിയിലെ വർണ്ണവിവേചനത്തിനെതിരെ ധീരമായ നിലപാടുകളുമായി വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സാനിന്റെ മരണം ഞെട്ടിക്കുന്നതാണ്. പിതാവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി മടങ്ങിയെത്തിയ സാൻ റേച്ചലിനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. ജീവൻ രക്ഷിക്കാൻ പല ആശുപത്രികളിൽ മാറി മാറി പ്രവേശിപ്പിച്ചെങ്കിലും ഒടുവിൽ സാൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ധീരമായ പല നിലപാടുകളിലും തലയുയർത്തി നിന്ന സാൻ റേച്ചലിന്റെ മരണം ഒരു ആത്മഹത്യയാണെന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഞായറാഴ്ച പുതുച്ചേരിയിലെ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ വെച്ചാണ് റേച്ചലിന്റെ മരണം സ്ഥിരീകരിച്ചത്. അമിതമായ ഗുളികകൾ കഴിച്ചതാണ് റേച്ചലിന്റെ മരണത്തിന് ഇടയാക്കിയത്. തന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എന്ന് എഴുതിയ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുൻപാണ് സാൻ റേച്ചൽ വിവാഹിതയായത്. വിവാഹബന്ധത്തിലെ വിള്ളലുകളാണോ മരണകാരണമെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സമ്മർദ്ദവും വ്യക്തിപരമായ പ്രശ്നങ്ങളും ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് പ്രാഥമിക നിഗമനം.